സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. മങ്ങാട് പുതുരുത്തി അത്താണി റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം ഓൺലൈനായി നിർവഹിച്ചു. ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണ എന്നിവ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്നതിന്റെ തെളിവാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികൾ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ എ.സി. മൊയ്തീൻ എം.എൽ.എ. ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മരതമൂടി ചാവക്കാട് റോഡിൻ്റെ ഒരു ഭാഗം, കേച്ചേരി അക്കിക്കാവ് റോഡ് പണി അതിൽ പോയിട്ടുള്ളവർക്കറിയാം, കേരളത്തിലെ മനോഹരമായ റോഡുകളിൽ ഒന്നാണ്. വിവാഹം കഴിഞ്ഞ ഫോട്ടോ എടുക്കാനൊക്കെ ആ റോഡിൽ ഏർപ്പാടൊക്കെ ആളുകൾ ചെയ്യുന്നത്. അവിടെ നമുക്കൊരു കുറച്ചുകൂടി സ്ഥലമുണ്ട്. ആ സ്ഥലം പ്രയോജനപ്പെടുത്തി മനോഹരമായൊരു പാർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവും. അതിനാവശ്യമായ പോവുകയാണ്. അപ്പോൾ റോഡ് മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന, ആളുകൾക്കൊന്ന് വഴിയാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ആലിക്കൽ പാലത്തിന് ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിൻ്റെ ടെൻഡർ നടപടിയായിട്ടുണ്ട്. 7 കോടി രൂപ മുടക്കി കാണും. ആ പഴയ പാലം പൊളിച്ച് നീക്കി അവിടെ പുതിയ പാലം വരാൻ പോവുക. ഈ കുട്ടിക്കലുള്ള നമ്മുടെ റെഗുലേറ്റർ ഇത്തിരി പ്രയാസത്തിലായിരുന്നു, നമുക്ക് സമയത്ത് ചെയ്യാനായിട്ട്. പക്ഷേ ഈ വർഷം തന്നെ അതിൻ്റെ പണി ആരംഭിക്കും. അതിനായിട്ടുള്ള പണവും സർക്കാർ നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾ അറിയിക്കുക. നമ്മുടെ ആശുപത്രികളിലെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാസം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നമ്മൾ കണ്ടത്. പക്ഷേ മന്ത്രിയുടെ ഒരു അസൗകര്യം കൊണ്ടാണ് 7.5 കോടി രൂപ മുടക്കിയാണ് നക്കാടിൻ്റെ സഹായത്തോടുകൂടി എരുമപ്പെട്ടി ആശുപത്രി ആധുനിക ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കെട്ടിടം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളിലുള്ള എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ കുട്ടഞ്ചേരി ഉൾപ്പെടെ സൗകര്യങ്ങളായിട്ടുണ്ട്. എരുമപ്പെട്ടി സ്കൂളിലായിട്ടുണ്ട്. എരുമപ്പെട്ടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ പണി ഞാനൊരു പഞ്ചായത്തിൽ മാത്രം വർക്ക് നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാണ്. എളുപ്പം മറക്കില്ല വളരാണ്. അതുകൊണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 വർഷം തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ 9 വർഷം തയ്ക്കുമ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹാരിഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ വി.സി. ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ എം.കെ. ജോസ്, മേഗി അലോഷ്യസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി.സി. അബാൽമണി, ടി.കെ. മനോജ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു.വി. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.